ഈ ഒരു പഴംപൊരിയുടെ ബാറ്റർ ഉണ്ടെങ്കിൽ നമുക്ക് 2 സ്നാക്സ് റെഡിയാക്കി എടുക്കാം കേട്ടോ. അതിന് ഞാൻ 2 നേന്ത്രപ്പഴമാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് രണ്ടായി കട്ട് ചെയ്തതിൻ്റെ ഒരു പീസ് എടുത്ത് 4ആക്കി കട്ട് ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് നമുക്ക് ഇതിൽക്കുള്ള ബാറ്റർ റെഡിയാക്കാം കേട്ടോ. അതിന് 1 കപ്പ് മൈദ, 1/2 കപ്പ് അരിപ്പൊടി, 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത്, 3 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത്രയൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ബാറ്ററിലേക്ക് വെള്ളം ഒഴിക്കാവേ. ആദ്യം ഞാനൊരു 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്ത് മിക്സ് ആക്കുന്നുണ്ട്. എന്നിട്ടൊരു നന്നായിട്ടൊന്ന് മിക്സായി വരുമ്പോൾ നമുക്ക് ഇനി ഒരു 1/2 കപ്പ് കൂടി ഒഴിച്ച് കൊടുക്കാം. അത് ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ബാറ്റർ കട്ടയൊന്നും ഉണ്ടാവരുത്. കട്ടയൊക്കെ ഉടച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരളവിന് വരണം കേട്ടോ. ഓവറായിട്ട് വെള്ളം ആവരുത്, ലൂസും ആവരുത്, ഓവറായിട്ട് ടൈറ്റും ആവരുത്. ഇനി നമുക്ക് ഒരു പാൻ വെച്ച് അതിൽ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. നമുക്ക് ഓരോ പഴംപൊരിയായിട്ട് അതിലേക്ക് മുക്കി ഇടാം കേട്ടോ. ഇനി നമുക്ക് ഒരു ഭാഗം ഫ്രൈ ആകുമ്പോൾ തിരിച്ചിടുക, മറിച്ചിടുക, കോരിയെടുക്കാം. അത്രേ ഉള്ളൂ കേട്ടോ. ഇനി ഞാൻ ആദ്യം പറഞ്ഞില്ലായിരുന്നോ ഈ ബാറ്ററിൽ തന്നെ നമുക്ക് വേറൊരു സ്നാക്സ് ഉണ്ടാക്കിയെടുക്കാമെന്ന്. അത് വേറൊന്നും അല്ല കേട്ടോ, ബ്രെഡാണേ. ബ്രെഡൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ബാറ്റർ ബാലൻസ് വരുവാണെങ്കിൽ അത് മുക്കി പൊരിച്ചെടുക്കാം കേട്ടോ. ഞാൻ ഇവിടെ 2 ബ്രെഡ് എടുത്തിട്ടുണ്ട്. ബ്രെഡ് ഞാൻ 2ആയി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ബാലൻസ് വന്ന ബാറ്ററിൽ ഇതൊന്ന് പൊരിച്ചെടുക്കാം കേട്ടോ. ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞാനിവിടെ ബ്രെഡ് പൊരിക്കുന്ന കണ്ടപ്പോൾ എൻ്റെ മോളിനോട് പറഞ്ഞ് അയ്യേ ബ്രെഡ് പൊരിച്ചത് എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു കേട്ടോ. പിന്നെ ഇതുണ്ടാക്കി കഴിഞ്ഞപ്പോൾ ബ്രെഡ് പൊരിച്ച് കഴിഞ്ഞായിരുന്നു ഇവിടെ അടി. പിന്നെ ഞാൻ 2ാമതായും ബ്രെഡ് പൊരിച്ചു കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ എല്ലാവരും ഒന്ന് സപ്പോർട്ടാക്കണേ, സബ്സ്ക്രൈബ് ആക്കണേ, ലൈക്ക്